മഴയിൽ നനഞ്ഞ പച്ചപ്പ് നിറഞ്ഞ വയലുകൾ, വെള്ളം മൂടിയ പാടങ്ങൾ, ട്രെയിനിന്റെ തുറന്ന ജനാലകളിലൂടെയും വാതിലുകളിലൂടെയും നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. എന്നാൽ ട്രെയിനിന്റെ ഉള്ളിൽ മസാലകൾ നിറഞ്ഞ ലഘുഭക്ഷണങ്ങളുടെ ഒരു സുഗന്ധം തന്നെ പരക്കുന്നുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് മുംബൈയിലേക്കുള്ള ഈ യാത്ര കേവലം യാത്രാ മാർഗമായിരുന്നില്ല. പുറത്ത് പ്രത്യേകിച്ച് മൺസൂൺ മഴയുടെ ഒരു കൊടുങ്കാറ്റ് തന്നെ ഞങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. മഴയുടെ ആലിംഗനത്തിലായിരുന്നു ഈ യാത്ര. ആകർഷകമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ യാത്ര ഒരു കാരണമായി. നല്ല പേമാരിയായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ. അനന്തമായി നീണ്ടുകിടക്കുന്ന നെൽപ്പാടങ്ങൾ, അതെല്ലാം വെള്ളത്തിന് കീഴിൽ താഴ്ന്നിരിക്കുന്നു. ചെറിയ ഗ്രാമങ്ങളിലൂടെ തീവണ്ടി പായുമ്പോൾ പ്രകൃതിയുമായി ഇണങ്ങി നീങ്ങുന്ന ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ നമുക്ക് ഈ യാത്രയിലൂടെ നീളം കാണാം. ഈ മഴ ഈ ഭൂപ്രകൃതിയെ ഒരു ജീവനുള്ള ചിത്രമാക്കി തന്നെ മാറ്റിയിരിക്കുകയാണ്. 2 ദിവസം മുമ്പുള്ള കാഴ്ചയല്ല ഇപ്പോൾ. പരുക്കനായിരുന്ന ഭൂമി വെള്ളക്കെട്ട് നിറഞ്ഞ ഭൂമിയായി മാറി. തീവണ്ടിയുടെ ഓരോ തിരിവുകളിലും പുതിയ കാഴ്ചകൾ കാണാൻ കാരണമായി. ഈ യാത്രയിലൂടെ നീളം നമുക്ക് പല കാഴ്ചകളും കാണാം. പ്രക്ഷുബ്ധമായ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന നദികൾ, നനഞ്ഞ മണ്ണിന്റെയും പൂക്കുന്ന കാട്ടുപൂക്കളുടെയും ഗന്ധത്താൽ സമ്പന്നമായിരുന്നു വായു. ഗ്രഹാതുരവും ഉന്മേഷദായകവുമായ അനുഭവപ്പെട്ട ഒരു സുഗന്ധം. ഞങ്ങളുടെ യാത്രയിൽ പ്രകൃതി ദൃശ്യങ്ങൾ വളരെ ഭംഗിയായി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. സമൃദ്ധമായ പച്ചപ്പ്, അവിടെ ഈ സമൃദ്ധമായ പച്ചപ്പിനെ ആകെ മഴ കൊണ്ട് വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ എവിടേക്കാണ് ഞങ്ങളുടെ യാത്ര. അത് പറയാം, കഥ പറയാം. തിരക്കേറിയ കോഴിക്കോട് സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നീങ്ങിയപ്പോൾ ഒരു കാത്തിരിപ്പ് അന്തരീക്ഷത്തിൽ നിറഞ്ഞു. അതായത് ഒരു ആകാംക്ഷ. അതെ, മുംബൈ, ഇന്ത്യയുടെ വാണിജ്യ നഗരം, മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം. ചെറുപ്പത്തിൽ ഞാൻ ബോംബെ എന്ന് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഇതുവരെ ഈ നഗരത്തിൽ പോയിട്ടില്ല. അതെ, ഇന്നത്തെ മുംബൈ എന്ന ഈ മഹാനഗരം കാണാൻ ഞങ്ങൾ പോവുകയാണ്. അതിൻ്റെ ത്രില്ലിൽ ഞാനും എൻ്റെ സുഹൃത്തും അയൽവാസിയുമായ നവാസും ട്രെയിനിൽ കയറി. ഞങ്ങൾ മാത്രമല്ലട്ടോ, ഞങ്ങളോടൊപ്പം ഒരു ഫാമിലി ഗ്രൂപ്പ് തന്നെയുണ്ട്. ട്രെയിനിന്റെ 2 ബോഗിയിൽ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തന്നെ ധാരാളമുണ്ട്. ഞങ്ങൾ മുംബൈയിലേക്ക് പോകുന്നത് കൊങ്കൺ റൂട്ട് വഴിയാണ്. കൊങ്കൺ റെയിൽവേ അത് അത്ഭുതം തന്നെയാണ്. എഞ്ചിനീയറിംഗിന്റെയും കണക്ടിവിറ്റിയുടെയും ഒരു മഹാ അത്ഭുതം. കൊങ്കൺ റെയിൽവേയുടെ ചരിത്രം പറഞ്ഞാല്, ഇന്ത്യയിലെ ഒരു സുപ്രധാന ഗതാഗത മാർഗം, റെയിൽ മാർഗമായ കൊങ്കൺ റെയിൽവേ മനുഷ്യന്റെ ചാതുര്യത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും തെളിവായി നിലകൊള്ളുന്ന ഒരു മഹാസംഭവമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏകദേശം 760 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഈ റെയിൽവേ ലൈൻ മഹാരാഷ്ട്ര, ഗോവ, കർണാടക സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇത് പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക മാത്രമല്ല, കൊങ്കൺ മേഖലയിലെ സാമ്പത്തിക വികസനം, ടൂറിസം, സാംസ്കാരിക വിനിമയം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ചരിത്രപരമായ സന്ദർഭം, കൊങ്കൺ തീരത്ത് ഒരു റെയിൽപാത നിർമ്മിക്കുക എന്ന ആശയം 19ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ്. എന്നിരുന്നാലും ഈ ദർശനം സാക്ഷാത്കരിക്കാൻ 1990-കളിൽ വരെ ഗൗരവമായ ശ്രമങ്ങൾ നടന്നിട്ടില്ല.
1990 ഇന്ത്യൻ ഗവൺമെന്റ് മുംബൈക്കും മംഗലാപുരത്തിനും ഇടയിൽ നേരിട്ട് റെയിൽപാത ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. പരുക്കൻ പർവ്വതങ്ങൾ, ഇടതൂർന്ന വനങ്ങൾ, നിരവധി നദികൾ എന്നിവയാൽ സവിശേഷമായ ഈ പ്രദേശത്തിന്റെ വെല്ലുവിളി നിറഞ്ഞ ഭൂമിശാസ്ത്രം എഞ്ചിനീയറിംഗിൽ കാര്യമായ വെല്ലുവിളികൾ തന്നെ ഉയർത്തിയിരുന്നു. ഈ തടസ്സങ്ങൾക്കിടയിലും പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നതിനായി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് KRCL സ്ഥാപിക്കപ്പെട്ടു. അത് 1998 പൂർത്തിയായി. ഒരു എഞ്ചിനീയറിംഗ് ഫീറ്റുകൾ തന്നെ കൊങ്കൺ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ എഞ്ചിനീയറിംഗ് നേട്ടങ്ങളിലൊന്നായി കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം പലപ്പോഴും വാഴ്ത്തപ്പെടുന്നുണ്ട്. 2000-ലധികം പാലങ്ങളും 91 തുരങ്കങ്ങളും ഈ ലൈനിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്കം ഏകദേശം 6.5 കിലോമീറ്റർ നീളമുള്ളതാണ്. പ്രസിദ്ധമായ പൻവൽ നാടി പാലം ഉൾപ്പെടെയുള്ള ഐക്കണിക് വയഡക്റ്റുകളും പാലങ്ങളും ദുഷ്കരമായ ഈ ഭൂപ്രദേശത്ത് നാവിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൂതന എഞ്ചിനീയറിംഗ് പരിഹാരങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ സമ്പന്നമായ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെ വിപുലമായ പാരിസ്ഥിതിക പരിഗണനകളും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. സാമ്പത്തിക ആഘാതവും സംഭവിച്ചിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേ ഈ പ്രദേശത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഭൂപ്രകൃതിയെ ഗണ്യമായി മാറ്റിമറിച്ചു. വിശ്വസനീയവും കാര്യക്ഷമവുമായ ഗതാഗത മാർഗം നൽകുന്നതിലൂടെ പ്രാദേശിക ബിസിനസ്സുകളെ അഭിവൃദ്ധിപ്പെടുത്താൻ പ്രാപ്തമാക്കിക്കൊണ്ട് വ്യാപാരവും വാണിജ്യവും സുഗമമാക്കി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണിയിലേക്കുള്ള പ്രവേശനം റെയിൽവേ മെച്ചപ്പെടുത്തി. കർഷകർക്ക് അവരുടെ സാധനങ്ങൾ കൂടുതൽ ഫലപ്രദമായി വിൽക്കാൻ അനുവദിച്ചു. കൂടാതെ വർദ്ധിച്ച കണക്ടിവിറ്റി അടിസ്ഥാന സൗകര്യങ്ങളിലും ടൂറിസത്തിലും നിക്ഷേപം ആകർഷിച്ചു. ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനും കാരണമായി. അതുപോലെയാണ് ടൂറിസവും വികസനവും. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും പ്രാകൃതമായ കടൽ തീരങ്ങളും ഊർജ്ജസ്വലമായ സാംസ്കാരിക പൈതൃകവും കൊണ്ട് സവിശേഷം. ഈ കുന്നുകളും ഊർജ്ജസ്വലമായ സാംസ്കാരിക പൈതൃകവും കൊണ്ട് സവിശേഷമായ കൊങ്കൺ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി അതിമനോഹരമാണ്. ഈ ആകർഷണങ്ങൾ കൂടുതൽ ആക്സസ് ചെയ്യുന്നതിലൂടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൽ കൊങ്കൺ റെയിൽവേ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഗോവ, രത്നഗിരി, മാൽവാൻ തുടങ്ങിയ ജനപ്രിയ സ്ഥലങ്ങൾ മെച്ചപ്പെട്ട റെയിൽ കണക്ടിവിറ്റി കാരണം വിനോദസഞ്ചാരികളുടെ പ്രവാഹത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിനുകളും പാക്കേജുകളും അവതരിപ്പിച്ചു. ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ തന്നെ കൂടുതൽ മെച്ചപ്പെടുത്തി. അതുപോലെയാണ് പരിസ്ഥിതി പരിഗണനകളും. കൊങ്കൺ റെയിൽവേ കാര്യമായ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചെങ്കിലും പാരിസ്ഥിതിക സുസ്ഥിരതയെ സംബന്ധിച്ച ആശങ്കകളും ഉയർത്തിയിട്ടുണ്ട്. റെയിൽവേയുടെ നിർമ്മാണവും പ്രവർത്തനവും പ്രാദേശിക ആവാസ വ്യവസ്ഥകളിൽ, പ്രത്യേകിച്ച് പശ്ചിമഘട്ടം പോലുള്ള സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പാരിസ്ഥിതിക വിലയിരുത്തലുകളിലൂടെയും സംരക്ഷണ സംരംഭങ്ങളിലൂടെയും ഈ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. വന്യജീവികളുടെ സഞ്ചാരം നിരീക്ഷിക്കുന്നതിനും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയിലേക്കുള്ള ശല്യം കുറയ്ക്കുന്നതിനുമുള്ള നടപടികൾ KRCL നടപ്പാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കൊങ്കൺ റെയിൽവേ ഒരു ഗതാഗത പദ്ധതി മാത്രമല്ല, അത് പുരോഗതിയുടെയും സഹിഷ്ണുതയുടെയും പ്രതീകമാണ്. ഇത് ഭൂമിശാസ്ത്രപരമായ വിഭജനങ്ങളെ മറികടക്കുകയും സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും സങ്കീർണമായ പാരിസ്ഥിതിക വെല്ലുവിളികൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് തുടരുമ്പോൾ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണത്തിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഭാവി പദ്ധതികൾ വികസനം പരിസ്ഥിതി സംരക്ഷണവുമായി സന്തുലിതമാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് വിലമതിക്കാനാവാത്തതാണ്. ഈ ശ്രദ്ധേയമായ റെയിൽവേ ലൈൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുക മാത്രമല്ല,
ഇന്ത്യയുടെ അതിശയകരമായ തീരപ്രദേശത്ത് ആളുകളെയും സംസ്കാരങ്ങളെയും സ്വപ്നങ്ങളെയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹാസംഭവമായി ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു.